ഫ്രാൻസിസ് സാറെ മകൾ ആദ്യം ഉക്രൈനിലേക്ക് അയച്ചതായിരുന്നു. അങ്ങനെ അവിടെ യുദ്ധമൊക്കെ വന്നപ്പോൾ തിരിച്ചു പോരേണ്ടി വന്നു. ഇപ്പോൾ രണ്ടാമത് താഷ്കെൻഡിലേക്ക് അയക്കുമ്പോൾ ഞാൻ അപ്രീസിയേറ്റ് ചെയ്യാണ്. ക്യാമ്പസ് തന്നെ നേരിട്ട് കണ്ട് കൺവിൻസ് ചെയ്ത് കുട്ടിയെ ഇവിടെ ആക്കി പോകാം എന്ന് കരുതി കുട്ടിയുടെ കൂടെ താഷ്കെൻഡിലേക്ക് വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് സർ താഷ്കെൻഡ് എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നിയത്. കാരണം ഇവിടെ വന്നപ്പോഴത്തേക്കും ഈ പറഞ്ഞ നമ്മളുടെ ഈ കൾച്ചർ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം വളരെ നമ്മൾക്ക് പെൺകുട്ടികൾക്കെല്ലാം പഠിക്കാവുന്നൊരു വളരെ ഡിസിപ്ലിനായിട്ടുള്ളൊരു ക്യാമ്പസ്, ഡിസിപ്ലിനായിട്ടുള്ള ആൾക്കാർ. ഞങ്ങൾ രാത്രിയും പകലൊക്കെ ഞാനും നമ്മളുടെ അദ്ദേഹം ഫിഷ് ബ്രാഞ്ച് SI കൂടിയാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ കറങ്ങി നടന്ന് ഞങ്ങളിപ്പോൾ കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലേക്കുള്ള സേഫായിട്ട് എനിക്ക് തോന്നിയത്. വളരെ ഡിസിപ്ലിനായിട്ടുള്ള ആൾക്കാരും റെസ്പെക്റ്റായിട്ട് പെരുമാറുന്ന ഈ പറഞ്ഞ പോലെ വളരെ ആചാരമര്യാദ ഉള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടുന്ന് താഷ്കെൻഡ് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ പുറത്തൊക്കെ പോയിട്ട്? ഈ ലാംഗ്വേജ് വലിയ പ്രശ്നമാണ്. ലാംഗ്വേജ് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷൊന്നും ചിലവാകില്ല. പിന്നെ നമ്മൾ ഹിന്ദിയോ അങ്ങനെ ഒന്നും പറയില്ല. പിന്നെ അതൊരു ഇത്തിരി ഡിഫിക്കൽട്ടി തന്നെയാണ്. പക്ഷെ അത് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നു. അവർ നമ്മൾ കാണിക്കുന്നതനുസരിച്ച് മേക്കപ്പ് ആവുന്നുണ്ട്. അങ്ങനെ ക്യാമ്പസും ഹോസ്റ്റലൊക്കെ ഇഷ്ടപ്പെട്ടോ? ക്യാമ്പസും പ്രത്യേകിച്ച് അക്കാഡമിക് നമ്മളുടെ ഏകദേശം നമ്മുടെ നിലവാരത്തിൽ തന്നെ ഉള്ളത്, അത് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എസ്പെഷ്യലി കോളേജ് നല്ല അറ്റ്മോസ്ഫിയറും പിള്ളേർക്ക് പഠിക്കാവുന്നൊരു നല്ല ഇത് കിട്ടുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് നമ്മുടെ സ്വാശ്രയ കോളേജിനോട് കിടപിടിക്കാവുന്ന അത് അല്ലെങ്കിൽ അതിനൊക്കെ മുകളിൽ തന്നെയുള്ള നിലവാരമുണ്ട്. ഒരു സംശയമില്ല. ഈ ഡോക്ടർ ആവാന്നുള്ളത് മകളുടെ ഒരു ഡ്രീം ആയിരുന്നോ അല്ലെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൂടി ഒരു ഡ്രീം? ഇല്ല, മകളുടെ തന്നെ. മകളുടെ ഡ്രീം കാരണമാണ് നമ്മൾ ആ ഒരു പ്രഷറിലാണ് നമ്മൾ രണ്ടാമതും കൂടി യുക്രൈനിൽ തിരിച്ചു പോകുന്ന ഞാൻ വിടണ്ടെന്ന് പറഞ്ഞ് 1 വർഷം ബ്രേക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ ബാച്ച് വന്നേനല്ല. അപ്പോൾ ആ വരവ് നഷ്ടമല്ല, നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. വളരെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വളരെ ഉണ്ട്. അത് നമ്മൾ ആ സമയത്തും അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണല്ലോ. വളരെ ഉത്തരവാദിത്തത്തോടെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വളരെ ഹാപ്പിയാണ്. കാരണം ഇത്രയും ഡിസ്റ്റൻറ്റിൽ ഒരു സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ നമുക്കതിൽ വലിയ കൺട്രോളൊന്നും ഇല്ല. അപ്പോൾ ഈ നമ്മൾ ലോക്കൽ പാരൻസായിട്ടാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ അത്രയും നിങ്ങൾ വളരെ സിൻസിയറായിട്ട് അതിനോട് ബിഹേവ് ചെയ്യുന്നുണ്ട്. സിൻസിയറായിട്ട് നിങ്ങൾ നമ്മളുടെ സംശയങ്ങൾക്ക്, അതുപോലെ നമ്മളവിടെ നാട്ടിൽ നിന്ന് വിളിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങളപ്പോൾ റെമഡി കാണുന്നതുകൊണ്ട് ആണ് ഞാൻ രണ്ടാമത് തയ്യാറായത്.